ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിഷ്ണു. വെൽക്കം ടു മല്ലു ഹണ്ടർ. ഞാനും ബിജോഷും ഒന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ ആദ്യൊരു പാലത്തെ വന്നതാണ്. അപ്പോൾ ഞങ്ങളത് ശരിക്കും ഇന്ന് 2 ആഴ്ച കൂടി മീൻ പിടിക്കാൻ ഇറങ്ങുന്നത്. സാധാരണ ഒരാഴ്ച അല്ല, ഞായറാഴ്ച ഇറങ്ങുന്നതാണ്. ഇതിപ്പോൾ ഒരാഴ്ച ഗ്യാപ്പായിപ്പോയി. അത് കാരണം മീൻ മിസ്സാകുന്ന പരിപാടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ ആദ്യം ഞങ്ങളൊരു പാലത്തെ വന്നതാണ്. ഇപ്പോൾ ഇവിടുന്ന് ബിജോഷ് ഒരു വാഹനം കണ്ടിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നല്ലൊരു ഷൂട്ടാണ്, അത്യാവശ്യം ക്ലിയർ ഷൂട്ടാണ്. ഓക്കെ, കറക്റ്റ് ഷോട്ട് നോക്കിയാണോ? എടാ അടി കയറാൻ നോക്കിയാൽ മതി നമുക്ക്. നീ ഇപ്പുറത്ത് ഇല്ലിക്കൂടും ചേട്ടൻ പോയോ? പിടിച്ച് പയ്യൊന്ന് പൊക്കാമെന്ന് നോക്കിയാൽ നോക്കിയാണോ? നോർമലായിട്ടാണോ? അപ്പോൾ കുഴപ്പമില്ല. ഓ ഇല്ല, അപ്പുറം കയറിയില്ല കേട്ടാ, അപ്പുറം കയറിയില്ല. നോക്കി വലിച്ചാൽ മതി. ഞാൻ അപ്പുറത്ത് നിൽക്കാം, എനിക്ക് ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടിയാൽ. നിൽക്ക് അങ്ങനെ പോക്കണ്ട. നിൽക്ക്. ഓ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നീ വലിച്ചു അങ്ങോട്ട്. ഓ നീ പൊക്കി എടുത്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവോ? ആ അടിച്ച് ഇപ്പോൾ എത്ര ആയില്ലടാ. ഓ ആദ്യമായിട്ടോ ഇങ്ങനെ തൂക്കിയിട്ട് എൻ്റെ ഇത്ര മിസ്സാവുന്നെ. ഫസ്റ്റ് അടി ഇങ്ങനെ ബിജോഷിൻ്റെ കൂടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ മീനെ തൂക്കി നിർത്തിയിട്ട് ഫസ്റ്റ് അടിക്ക് കയറ്റുന്നതാണ്. അല്ലെങ്കിൽ മാക്സിമം ഒരു തവണ മാത്രം 2 അടി അടിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ആദ്യത്തെ തവണ കയറ്റുന്ന കേട്ടോ. ഇത്തവണ ഞാൻ അടിച്ച് മടുത്ത് ലാസ്റ്റ് മീനെ പൊക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞ് ഈ ഷൂട്ട് 2-3 ഷൂട്ട് കൂടാതെ ഒരു 4-5 ഷൂട്ടും കൂടെ അടിച്ചു. പിന്നെ ഞാൻ നിർത്തി, മടുത്ത്. നമ്മൾ അടിച്ചൊരു കോൺഫിഡൻസ് പോയി. നീ വിട്ടോ, ഞാൻ ഇങ്ങനെ പക്ഷെ പറഞ്ഞിട്ട് എടാ ലോക്ക് വെളിയിലടാ, എടാ പൊക്കി കയറ്റിയ ലോക്ക് വെളിയിലടാ, എടാ ലോക്ക്. ഞാൻ അടിച്ചത് ദേഹത്തൊക്കെ ഉരഞ്ഞു പോയി, പക്ഷേ കൊണ്ടില്ല. ഉരഞ്ഞു പോയിട്ട് കാര്യമില്ല, നമുക്ക് കൊള്ളണമല്ലോ, അതാണല്ലോ നമ്മുടെ പ്രശ്നം. പിന്നെ ഇത് നമ്മുടെ സാധാരണ ടൗണിൽ കാണുന്ന പാലമല്ല കേട്ടോ. ആ പാലത്തിൻ്റെ ഹൈറ്റ് അല്ല ഇതിന്. ടൗണിൽ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോയി ഇല്ലിക്കൂട്ടത്തിലുള്ള പാലമില്ലേ, ആ ഇല്ലിക്കൂട്ടം കണ്ടിട്ട് ആ പാലം ഒന്ന് ഓർക്കണ്ട കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നു അതിലും ഹൈറ്റ് ഉണ്ട് ഈ സാധനത്തിന്, കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലാണ്. പക്ഷേ രസമാണ് പാലത്തിൽ നിന്ന് അടിച്ചെടുക്കാൻ. പക്ഷേ ഇത്തവണ മിസ്സായി. അടുത്തവണ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ. ഇത്തവണ ഈ ഒരു വാഹ ഷൂട്ടേ ഉള്ളൂ, ബാക്കിയുള്ള കരിമീൻ ഷൂട്ടാട്ടോ. കരിമീൻ നമ്മൾ അടുപ്പിച്ച് പോയില്ല, എന്തായാലും മിസ്സാവും. ഇതിപ്പോൾ ഒരു കരിമീൻ ഷൂട്ടാണേ. ഒന്ന് ഇവിടെ അടിച്ചിട്ട് ആ മീൻ മിസ്സായി. ഞാൻ ഇറങ്ങി നിന്ന് ചൂളം അടിച്ച് അത് വരും, അതാണോ നടത്തില്ല, അത് ഒരെണ്ണം വരും, അങ്ങനെ അടിച്ചെടുക്കുന്നതാണേ. ഓക്കെ, എൻ്റെ കാലൊന്നും മടിഞ്ഞു കേട്ടോടാ ബിജോഷേ. എൻ്റെ കാലിന് വേദന എടുക്കാൻ തുടങ്ങി. ഓ ഈ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയത്. ഓ ഹായ്. ഇവിടെ ഇതിനാദ്യം അടിച്ചായിരുന്നേ, ഓടിപ്പോയി അടിച്ചതിൻ്റെ സൗണ്ട് ഇട്ട് പിന്നെ കറങ്ങി അടിച്ചു വന്നാ. വല്ലതും കിട്ടിയാ? ചേട്ടാ ഞാനാ മെസ്സേജ് ഈ റീലിൻ്റെ കാര്യം തിരക്കിയില്ലേ എന്നാ വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം. നമ്മൾ ഫിഷിങ്ങിന് പോയപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു ബ്രോ ആവട്ടെ എന്നെ നേരത്തെ കോൺടാക്ട് ചെയ്തിട്ടുള്ളതാണ്.
ആൾക്കും കുറച്ച് മീനെല്ലാം കിട്ടി. ചെറുമീനും കരിമീനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഒരുമിച്ച് ഫിഷിംഗ് ഒന്നും ചെയ്തില്ല. ആൾ വേറെ വഴിക്ക് പോയി, ഞങ്ങൾ വേറെ വഴിക്ക് പോയി. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് ഞാനും ബിജോഷും ചെന്ന് മീനെ കണ്ട് നിർത്തി അടിക്കുന്നതാണ്. എൻ്റെ ഒരു ഷൂട്ട് മിസ്സാവുകയും ബിജോഷ് ഈ ഷൂട്ടിൽ കരിമീൻ അടിച്ചെടുക്കുന്നുമുണ്ട്. നീ അടിക്കുന്നുണ്ടോ? എന്ത് ചെയ്യണം? ഓക്കെ, കറക്റ്റ് അടി. കറക്റ്റ് ഹെഡ് ഷോട്ട് ആയിരുന്നു കേട്ടോ. കാണിച്ചടാ. ഇതിപ്പോൾ കരിമീനെ അടിച്ച് ഗ്യാപ്പ് വിട്ട് കഴിഞ്ഞാൽ വെയിറ്റുള്ള ഡാർട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ എയിം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ഡാർട്ടും പിടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അടിച്ചൊരു കോൺസെൻട്രേഷൻ ആ സെറ്റപ്പ് ഒന്ന് കിട്ടണം. ഞങ്ങൾ അടുത്ത ദിവസം അപ്പൂൻ്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പൂൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും നല്ല കരിമീൻ ഷൂട്ടൊക്കെ ഇടുന്നതാണേ. ഇപ്പോൾ ബിജോഷിൻ്റെ ഒരു ഷൂട്ട് കാണാവേ. നിനക്ക് നീ അടിച്ചോന്ന് എനിക്ക് അല്ല. ഓക്കെ, കറക്റ്റ് അടി. അത് അപ്പം കിടന്നു പോയി അവിടെ. ഓക്കെ, കുത്തി കയറി. നമുക്ക് കരിമീൻ അടിക്കാനായിട്ട് ടാസ്ക്കാണ്. ഞാൻ ഈ 5-6 ഷൂട്ട് ഇടുമ്പോഴത്തേക്കും ആരും ഓർക്കല്ല കേട്ടോ നമുക്ക് ഇത്ര മീനെ കിട്ടുന്നുള്ളതെന്ന്. നമുക്കിതിലും കരിമീനൊക്കെ അന്നത്തെ ദിവസം തന്നെ 10-12 അങ്ങോട്ട് കയറിയായിരുന്നു. നമുക്ക് കരിമീൻ എന്നൊക്കെ എന്ന് പറഞ്ഞൊന്ന് പൊളയെന്ന് കണ്ടാലോ. ഇപ്പോൾ ബിജോഷ് അടിച്ച ഷൂട്ട് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഷൂട്ടൊക്കെ കാണാൻ രസമുള്ളൂ. ഇപ്പോൾ അടിച്ച ഷൂട്ടില്ല, ഇതിൻ്റെ അകത്ത് മീനൊന്നും കാണത്തില്ല. അത് കാരണം അങ്ങനത്തെ ഷൂട്ട് ഒന്നും ഇപ്പോൾ ഇടാറില്ല കേട്ടോ. നമുക്ക് മീൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതോ കിട്ടുന്നുള്ളത് നമ്മൾ ചുമ്മാ പറയാമെന്നാണെന്നുണ്ട്. ഇപ്പം ഈ വീഡിയോയ്ക്ക് അടി കമൻറ്റ് ചെയ്തു കേട്ടോ. അടുത്ത ദിവസം പോകുമ്പോൾ മുതൽ നമ്മൾ ലാസ്റ്റ് കിട്ടുന്ന മീനെ ഫുള്ള് ഇപ്പോൾ 10 ചെറിയ മീനാണേ വരെ നമ്മൾ ലാസ്റ്റ് വാഹനൊന്നും ചെറുതിനൊന്നും അടിക്കില്ല കേട്ടോ. നമ്മൾ 1 കിലോ താഴെയുള്ളതിനെ അങ്ങനെ അടിച്ചടിക്കില്ല കേട്ടോ. അത് കാരണം അല്ലെങ്കിൽ വാഹയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഈ കഴിഞ്ഞിടയ്ക്ക് പോയ പാലത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നമ്മൾ അടിക്കാതെ. അപ്പം ബാക്കി കരിമീനെ എല്ലാത്തിനെയും നമുക്ക് ഈ ഷൂട്ട് ഇടാത്തതായിട്ടുള്ള അന്നത്തെ ദിവസത്തെ കരിമീനെ അങ്ങനത്തെ മീനെല്ലാം വേണം കാണിച്ച് നമുക്ക് വീഡിയോ നിർത്താം. വേണം അങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തിട്ടോ കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ അവസാന സമയം കാരണം എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാലും ഒരു എയിമിങ് വീഡിയോയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത് തന്നെ ഇടാം. അയച്ചാൽ കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻറ്റൊക്കെ ചെയ്ത്. അങ്ങനെ വേണമെങ്കിൽ ഒരു എയിമിങ് വീഡിയോ നല്ലൊരു ഐഡിയപരമായിട്ടുള്ള വീഡിയോ ഞാൻ വേണമെങ്കിൽ ചെയ്തിട്ടേക്കാം. അങ്ങനെ ആൾക്കാരും വേണമെന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അങ്ങനെയുണ്ട് കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു. എന്തായാലും അത് ഞാൻ ഇച്ചിരി കുറച്ചുകൂടെ കഴിഞ്ഞ് മതിലോന്ന് ഓർത്തിരിക്കുന്നു. ഇനി അങ്ങനെ ഉണ്ട് കമൻറ്റ് ചെയ്യണം. നമുക്ക് അടുത്ത് തന്നെ അധികം താമസിക്കാതെ തന്നെ ഇട്ടേക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബൈ, ടേക്ക് കെയർ ടു ഓൾ.